ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. പല്ലിൽ കമ്പിയിട്ടിരിക്കുന്നത് കാരണം ചില അക്ഷരങ്ങളൊന്നും തിരിയാറില്ല. നിങ്ങളത് ഞാൻ സംസാരിക്കുന്നതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉണ്ടാവും. എനിക്കങ്ങനെ വലിയ രീതിയിൽ സംസാരിച്ച് ശീലമുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണം. പിന്നെയെന്ന് വെച്ചാൽ പല്ല് കമ്പിയിട്ടിരിക്കുന്നതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പല്ല് കമ്പിയിട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ വന്നത് സിസ് ബ്യൂട്ടിയുടെ ഹൈഡ്ര സിറം പാച്ചസ് ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ട് വാങ്ങിച്ച സാധനമാണ്. ഇത് യൂസ് ചെയ്തത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലാണ്. ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനും അതുപോലെ റിങ്കിൾസ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ കണ്ണൊക്കെ നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ നോക്കി നമുക്ക് ഒരുപാട് ടയേർഡായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബോക്സാണിത്. ഇത് ഞാൻ ഏത് സാധനം വാങ്ങിച്ചാലും ഞാൻ ബോക്സ് പൊട്ടിക്കുന്നത് ഇങ്ങനെ വലിച്ച് തുറന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അങ്ങ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചപ്പോൾ ഇന്നത് ചെയ്യാമെന്ന്. ഫസ്റ്റ് ഞാനിത് പരീക്ഷണം നടത്തിയത് എൻ്റെ മോളിലാണ്. എൻ്റെ മോൾക്ക് നല്ല കണ്ണിന് ചുറ്റും കറുപ്പുണ്ടായിരുന്നു. കറുപ്പെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ എപ്പോഴും TV മൊബൈൽ കാണുന്ന ആളായതുകൊണ്ട് കണ്ണിന് ചുറ്റും നല്ല കറുപ്പ് വന്ന് അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കാനും പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നത് ബ്രൈഡ്സിന് വേണ്ടിയാണ്. ബ്രൈഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് 2 ദിവസം ഉറക്കമൊന്നും കാണത്തില്ല. കല്യാണ തിരക്കും മെഹന്തി ഹൽദി അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ 2 ദിവസം കണ്ണിൻ്റെ ചുറ്റും ചെറിയ ഒരു എന്താ പറയുക ഒരു തടുപ്പൊക്കെ കാണും. അപ്പോൾ ആ തടുപ്പൊക്കെ മാറാനൊക്കെ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് അവർക്ക് ഇത് കണ്ണിൻ്റെ താഴെ ഇത് അപ്ലൈ ചെയ്ത് വെച്ച് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നല്ല റിസൾട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്രൈഡ്സിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കിങ് വന്നിരിക്കുന്നത്. ഇത് ഇപ്പം ഇങ്ങനെ അറിയാമല്ലോ, ഞാൻ ഏത് സാധനവും ഇങ്ങനെ സമാധാനം എനിക്ക് ഉണ്ടാകത്തില്ല. സമാധാനം ഇല്ലാതെ എല്ലാം ഒരു എന്താ പറയുക എല്ലാം പെട്ടെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ പൊട്ടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. നല്ല ഒരു ടിന്നാണ്. നല്ല ടിന്നിന് ഇത് ഇങ്ങനെയുള്ള ടിന്നുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്നത് നമുക്ക് ഇതാണ്. ഈ ഒരു സ്പൂണാണ്. ഈ സ്പൂൺ വെച്ചാണ് നമ്മൾ ഈ കണ്ണിൽ വയ്ക്കാനുള്ള ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ജെല്ലുണ്ട്. അപ്പോൾ അത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊരു അടപ്പ് കണക്കത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. കണ്ടാ ഇത് ഒരെണ്ണം കണ്ട. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്നതിന് ശേഷം നമ്മളിത് കൈ കൊണ്ട് എടുക്കാൻ പാടുള്ളതല്ല. ഇതിനത് കാണുമ്പോൾ അറിയാം. ജെല്ലുണ്ട് ഒരു കയ്യിൽ കുറച്ചായി ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇത് ഈ ലിക്വിഡിലിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതായത് സ്പൂൺ വെച്ച് ഞാൻ ഇത് എടുക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ രണ്ടും വെച്ച് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. ഇത് സോഫ്റ്റ് സാധനമാണ്. അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് എന്നെപ്പോലെ വാല എടുക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ ഇത് മെയിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിത് ബ്രൈഡ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇതേപോലെ തലേ ദിവസമേ ഫ്രിഡ്ജ് വെച്ചേക്കണം. എന്നിട്ട് പോകുന്ന നേരത്തെ എടുത്തുകൊണ്ട് പോകാൻ മറക്കരുത്. പോകുമ്പോഴത്തേക്കും മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് ഒരു 15 മിനിറ്റ് അവർക്കിത് കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ അടിയിൽ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല കണ്ണിന് ചുറ്റും ഒരു കുളിർമയും കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പും പിന്നെ
ഒരു തടുപ്പൊക്കെ അങ്ങ് മാറും. അത് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് മേക്കപ്പ് ഇടുകയാണെങ്കിൽ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബ്രൈഡ്സിന് അല്ലാത്തവർക്ക് വെച്ചാൽ കണ്ണ് ചുറ്റും കറുപ്പ് മാറാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ണ് ഒരുപാട് നേരം സ്ട്രെയിൻ എടുത്ത് ചെയ്യണ ജോലികളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിൻ എടുത്ത് ജോലികളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു റിലാക്സേഷൻ കിട്ടാനായിട്ട് നമുക്കിത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് തിരിച്ച് വയ്ക്കുന്നത്, അതുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇങ്ങനെ വയ്ക്കുന്നതാണ് എനിക്ക് ഇതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെയും വയ്ക്കാം. അപ്പം അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരാളെ വീഡിയോ ചെയ്യുന്ന കണക്ക് തന്നെ നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടണം. അങ്ങനെ ഞാൻ ഇതെൻ്റെ മോക്ക് ഞാൻ പരീക്ഷണം നടത്തിയായിരുന്നു. ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടെ ഇതിൽ പറയും. അപ്പോൾ എനിക്കിത് വെച്ചതിന് ശേഷം നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് കണ്ണിൻ്റെ ചുറ്റിലും ഇപ്പോൾ രാത്രിയൊക്കെ മൊബൈലൊക്കെ നോക്കി കിടക്കുന്നത് കൊണ്ടും പിന്നെ സ്റ്റിച്ചിങ് അതൊക്കെ കൂടുതൽ ഉള്ള സമയത്തൊക്കെ ഞാൻ കണ്ണൊത്തി അടച്ചിരുന്നിട്ട് ഞാൻ ഇതൊക്കെ വെക്കാറുണ്ട്. ഇതിപ്പോൾ തീർന്ന്, ഇതിപ്പോൾ കുറച്ചും കൂടെ ഉള്ളു. ഇനി ബ്രൈഡ്സിനൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ജെല്ലിൻ്റെ അംശമൊക്കെ അങ്ങ് മാറി നല്ല ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലതുപോലെ ഒരു തണുപ്പും നമ്മുടെ കണ്ണിനൊക്കെ ഒരു നല്ലൊരു കുളിർമയും. പിന്നെ നമുക്കിത് ഇതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കിടക്കുന്ന സമയത്ത് നമുക്കിത് വെച്ചുകൊണ്ട് കിടക്കാം. നമുക്കൊരു 15 മിനിറ്റ് എന്നുള്ളൊരു 20 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. 15 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും വെച്ചേക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 20 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പിൻ്റെ സമയം നമുക്ക് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഇത് 15 മിനിറ്റ് ആക്കുന്നത്. അല്ലാതെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20-30 മിനിറ്റൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്കിത് പിന്നും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിരിക്കേണ്ട. കാരണം ഇത് ലോല ഹൃദയമാണ് ഇതിന്. എന്ന് വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലൊരു എന്തിനായാലും നിങ്ങൾ എത്രയോ പൈസകൾ പാഴിക്കളയണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കണമെങ്കിൽ ഇതൊരു വെറും MRP വരുന്നത് 300 എത്ര രൂപ കണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ പൈസ എഴുതിയിരിക്കുന്നത് തലോക്കം പോയി. സോറി, ഇത് 300 സംതിങ് കണ്ടാണ്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് മാറത്തില്ല. നമ്മളിത് സ്ഥിരം ചെയ്താലേ മാറത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ബ്രൈഡ്സിന് ഒരു ദിവസമല്ലേ വയ്ക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസത്തെ ഉറക്കക്ഷീണോ അതൊക്കെ മാറാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രൈഡ്സിന് ഒരു ദിവസമല്ലേ വയ്ക്കുന്നത്, അപ്പോൾ അവർക്ക് കണ്ണിനിങ്ങനെ കറുപ്പ് മാറുന്നു. അവർക്ക് മെയിനായിട്ട് കണ്ണിന് ചുറ്റിലും കറുപ്പ് മാറാനല്ല, അവർ 2 ദിവസത്തെ ഉറക്കക്ഷീണമൊക്കെ മാറാനും കണ്ണിനൊരു കുളിർമയും ഫ്രഷ്നെസ്സും വരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പും ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇതേപോലെ റിങ്കിൾസ് വരത്തില്ല. അവിടെ നമ്മൾ ഫൗണ്ടേഷനും കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ലൈൻ വരത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ബ്രൈഡ്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ പൈസ പാഴി പോകത്തില്ല, അത് ഞാൻ ഉറപ്പ് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കരുത് പ്ലീസ്. പിന്നെ തെറി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല മനക്കെട്ടിയും തൊലിക്കെട്ടിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും തെറി വിളിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി, നല്ല തണുപ്പുണ്ട് തന്നെ. ഇതൊക്കെ താന്ന് വരണം. എത്തുകൂടെ ഇങ്ങനെ ഇക്ലിയാവണ. ഓക്കെയാണ്. ഇപ്പുറത്ത് നിനക്ക് തന്നെ ഒത്തിരി കൂടെ ഇങ്ങനെ വരണം. ഓക്കെ അല്ലേ? എങ്ങനെ ഇത് കൂളിംഗ് ഉണ്ടോ? ഓ, പിന്നെ കൂളിംഗ് ആണ്. പിന്നെ ഒരു സ്മൂത്ത് ഉണ്ട്.
അത്രേ ഉള്ളു. ഓക്കെ. ഓക്കെ.